ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ രോഗപ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും അതിലെ വിലയിരുത്താമിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഫാഗോസൈറ്റോസിസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ക്രമീകരിച്ചതിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അവശിഷ്ടങ്ങളെ പുറന്തള്ളുന്നു, രോഗാണുവിനെ ഫാഗോസോമിൽ ഉൾക്കൊള്ളുന്നു, എൻസൈമുകൾ രോഗാണുവിനെ നശിപ്പിക്കുന്നു, ഫാഗോസൈറ്റോസിസ് രോഗാണുവിന് സമീപമെത്തുന്നു, ഫാഗോലൈസോസൈം രൂപപ്പെടുന്നു. ഇതിലേതായിരിക്കും ആദ്യം വരിക? ആദ്യം എന്താ വരിക? ഫാഗോസൈറ്റ് രോഗാണുവിന് സമീപം എത്തുകയാണ് ചെയ്യുക. അതിനുശേഷം രോഗാണുവിനെ ഫാഗോസോമിൽ ഉൾക്കൊള്ളും. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ നോക്കി നോക്കാം, നമുക്ക് ഓർഡർ ഒന്ന് നോക്കി നോക്കാം. ആദ്യം എന്താണ്? ഫാഗോസൈറ്റ് രോഗാണുവിന് സമീപം എത്തുന്നു, രോഗാണുവിനെ ഫാഗോസോമിൽ ഉൾക്കൊള്ളുന്നു, പിന്നെയോ ലൈസോസോം രൂപപ്പെടുന്നു, എൻസൈമുകൾ രോഗാണുവിനെ നശിപ്പിക്കുന്നു, അവശിഷ്ടങ്ങൾ പുറന്തള്ളുന്നു. ഇതാണ് കറക്റ്റ് ഓർഡർ. അപ്പോൾ ഒന്നാമത്തെ കറക്റ്റ് ആൻസർ 2 ആണ് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, ചുവടെ നൽകിയിട്ടുള്ളവയിൽ ബി ലിംഫോസൈറ്റുകളുമായി ബന്ധപ്പെട്ടവ കണ്ടെത്തി ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നമുക്കറിയാം 2 തരത്തിലുള്ള ലിംഫോസൈറ്റ് ഉണ്ട്, ബി ലിംഫോസൈറ്റും ലിംഫോസൈറ്റും. ആൻറ്റിബോഡിയുടെ നിർമ്മാണം എന്താണ്? ബി ലിംഫോസൈറ്റാണ്. ദെൻ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുക, അത് ആരുടെ ധർമ്മമാണ്? ടി ലിംഫോസൈറ്റാണ്. തൈമസ് ഗ്രന്ഥിയിൽ വെച്ച് പാകപ്പെടുന്ന ആരാണ്? അത് ടി ആണ്. അസ്ഥിമജ്ജയിൽ വെച്ചുള്ള രൂപപ്പെടൽ ആരാണ്? ബി ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എയും ഡിയും ആണ്. അങ്ങനെ വരുമ്പോൾ നാലാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. എ ഡി എന്നിവ ശരി. മറ്റു രണ്ടും എന്താണ്? ടി ലിംഫോസൈറ്റിൻ്റെ ധർമ്മമാണ്. മൂന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഫാഗോസൈറ്റുകളുടെ ശരിയായ ജോഡി ഏത്? നമുക്കറിയാം ആരൊക്കെയാണ് ഫാഗോസൈറ്റ്സ്? ന്യൂട്രോഫിലും മൊണോസൈറ്റുമാണ്. എമ്മും എന്നും ആ ഓർഡർ പഠിച്ചാൽ മതി. എമ്മും എന്നും മൊണോസൈറ്റും ന്യൂട്രോഫിലുമാണ് ഫാഗോസൈറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. നാലാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന പട്ടിക വിശകലനം ചെയ്ത് പ്രസ്താവനയും കാരണവും ശരിയായ രീതിയിൽ ക്രമീകരിച്ച് തിരിച്ചറിയുക. ഇവിടെ നോക്കി വെക്കാം, 4 പ്രസ്താവനയുണ്ട്, അതിൻ്റെ കാരണവും കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ നോക്കാം. തൈമസ് ഗ്രന്ഥിക്ക് ക്യാൻസർ പ്രതിരോധത്തിൽ പങ്കുണ്ട്. അതിന് കാരണം ബി ലിംഫോസൈറ്റുകൾ തൈമസ് ഗ്രന്ഥിയിലാണ് പാകപ്പെടുന്നത്. ഇത് തെറ്റാണ് അല്ലേ? ബി ലിംഫോസൈറ്റ് അസ്ഥിമജ്ജയിലാണ് പാകപ്പെടുന്നത്. അപ്പോൾ കാരണം തെറ്റാണ്. രണ്ടാമത്തെ, രക്തം കട്ടപിടിക്കൽ ഒരു പ്രതിരോധ പ്രവർത്തനമാണ്. മുറിവുണ്ടാകുമ്പോൾ രക്തപ്രവാഹം തടയുന്നതിനോടൊപ്പം രോഗാണു പ്രവേശനവും തടയുന്നു. ശരിയാണ്. അതായത് രക്തം കട്ടപിടിക്കൽ ഒരു പ്രതിരോധ പ്രവർത്തനമാണ്. അതിന് കാരണം എന്താണ്? മുറിവുണ്ടാകുമ്പോൾ രക്തപ്രവാഹം തടയുന്നതിനോടൊപ്പം രോഗാണു പ്രവേശനവും തടയുന്നുണ്ട്. ഇനി മൂന്നാമത്തെ, അണുബാധ ഉണ്ടാകുമ്പോൾ പനി ഉണ്ടാകുന്നു, ആൻറ്റിബോഡികൾ ശരീര താപനില ഉയർത്തുന്നത്. തെറ്റാണ്. ത്രോംബോപ്ലാസ്റ്റിൻ രക്തം കട്ടപിടിക്കുന്ന പ്രക്രിയയിൽ പങ്കെടുക്കുന്നു. അതിന് കാരണം ഫൈബ്രിൻ നാരുകളാക്കുന്നത് ത്രോംബോപ്ലാസ്റ്റിനാണ്. അതും തെറ്റാണ്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെയാണ് ശരി. ഇനി നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്നവയിൽ നിന്നും വാക്സിനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. വാക്സിനുകൾ ആൻറ്റിജനുകളായി പ്രവർത്തിക്കുന്നു. ശരിയാണ്. വാക്സിനുകൾ വഴി ഉണ്ടാകുന്ന പ്രതിരോധം സഹജ പ്രതിരോധമാണ്. അത് തെറ്റാണ്. വാക്സിനുകൾ രോഗകാരികൾക്കെതിരായി ആൻറ്റിബോഡികൾ നിർമ്മിക്കുന്നു. ശരിയാണ്. എല്ലാ വാക്സിനുകളിലും നിർവീര്യമാകപ്പെട്ട രോഗകാരികൾ അടങ്ങിയിട്ടുണ്ട്. തെറ്റാണ്. അപ്പോൾ ഇവിടെ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? വാക്സിനുകൾ ആൻറ്റിജനുകളായി പ്രവർത്തിക്കുന്നു, അതുപോലെ വാക്സിനുകൾ രോഗകാരികൾക്കെതിരായി ആൻറ്റിബോഡികൾ നിർമ്മിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ പ്ലക്കാർഡിലെ വാചകങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. മാറേണ്ടത് നമ്മളാണ്, മാറ്റേണ്ടത് കാഴ്ചപ്പാടാണ്. പ്ലക്കാർഡിലെ വാചകങ്ങളെ താഴെ പറയുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുക. അപ്പോൾ ആദ്യത്തെ, രോഗം തടയുന്നതിനുള്ള സാമൂഹിക ഉത്തരവാദിത്തം. രണ്ടാമത്തെ, രോഗം ബാധിച്ചവരുള്ള സമീപനം. അപ്പോൾ ഇത് രണ്ടിനെ കുറിച്ചുമാണ് നമ്മൾ വിലയിരുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ എന്താണ്? രോഗം തടയുന്നതിനുള്ള സാമൂഹിക ഉത്തരവാദിത്തം. നമുക്ക് എന്താണെന്ന് നോക്കാം. എയ്ഡ്സിനോടുള്ള സാമൂഹിക ഉത്തരവാദിത്തം വ്യക്തികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അതിന് തീർച്ചയായും സമൂഹത്തിൻ്റെ കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. രോഗത്തെക്കുറിച്ച് ശാസ്ത്രീയ അവബോധം നൽകുക, എയ്ഡ്സ് പടരുന്നത് തടയുന്ന സാഹചര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, അവബോധം സൃഷ്ടിക്കുക, എയ്ഡ്സിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കുക, ചികിത്സയിൽ കഴിയുന്നവരെ പിന്തുണയ്ക്കുക, രോഗികളോട് അനുകമ്പയും സഹാനുഭൂതിയും കാണിക്കുക എന്നിവയാണ് എയ്ഡ്സ് പ്രതിരോധത്തിലെ പ്രധാന സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ. ഇവയിൽ എയ്ഡ്സ് തടയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ രോഗത്തോടുള്ള അവബോധവും രോഗികളോടുള്ള അനുകമ്പയുമാണ്. ഇതാണ് ഒന്നാമത്തേൻ്റെ ആൻസർ.
ഇതിൽ തന്നെ രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് രോഗം ബാധിച്ചവരോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം എന്നാണ്. അതിൻ്റെ ആൻസർ വരുന്നത് എയ്ഡ്സ് രോഗികളോട് വെറുപ്പോ വിവേചനമോ കാണിക്കുന്നത് ഒരു പരിഹാരമല്ല. പകരം അവരോട് അനുകമ്പയോടെയും പരിഗണനയോടെയും പെരുമാറണം. ഷേക്ക് ഹാൻഡ് കൊടുക്കുക, ഭക്ഷണം പങ്കിടുക, കെട്ടിപ്പിടിക്കുക, ചുമയ്ക്കുക, തുമ്മുക അല്ലെങ്കിൽ സാധാരണ സമ്പർക്കം എന്നിവയിലൂടെ HIV പകരില്ല. അതിനാൽ അവരെ ഒറ്റപ്പെടുത്തുകയോ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കുകയോ ചെയ്യുന്നത് തെറ്റാണ്. അവരെ അന്തസ്സോടെ ജീവിക്കാൻ അനുവദിക്കുക, വൈകാരിക പിന്തുണ നൽകുക, എയ്ഡ്സ് രോഗികളോടൊപ്പം നിൽക്കുക, സമൂഹത്തിൽ അവരുടെ ശരിയായ സ്ഥാനം ഉറപ്പാക്കുക എന്നിവയാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഈ രോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കം ചെയ്യുന്നതിലൂടെ മാത്രമേ HIV പോസിറ്റീവ് വ്യക്തികളോടുള്ള വിവേചനം കുറയ്ക്കാൻ കഴിയുകയുള്ളൂ. ഇതാണ് രണ്ടാമത്തേൻ്റെ ആൻസർ. ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യം നോക്കാം. ഒരു പ്രദേശത്തെ ചില രോഗകാരികളും അവ ബാധിച്ച ആളുകളുടെ എണ്ണവും കാണിക്കുന്ന പട്ടിക വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ നോക്കി നോക്കുക, രോഗകാരിയും കൊടുത്തിട്ടുണ്ട്, ബാധിച്ച ആൾക്കാരുടെ എണ്ണമുണ്ട്. നെഗ്ലേറിയ ഫൈലേറി 23 പേർക്കാണ് ബാധിച്ചിരിക്കുന്നത്. ലെപ്റ്റോസ്പൈറ 12 പേർക്ക്, പ്ലാസ്മോഡിയം 57 പേർക്ക്, ഫൈലേറിയൽ വിര 35 പേർക്ക്. അപ്പോൾ ഇവിടെ നോക്കി നോക്കാം, ആദ്യത്തെ ചോദ്യം, പ്രദേശത്തെ ഏറ്റവും കൂടുതൽ പേരെ ബാധിച്ച രോഗം ഏതാണ്? അപ്പോൾ ഏറ്റവും കൂടുതൽ പേരെ പറയുമ്പോൾ 57 പേരെയാണ്. രോഗകാരി പ്ലാസ്മോഡിയാണ്. പ്ലാസ്മോഡിയം ആണെങ്കിൽ രോഗം ഏതായിരിക്കും? മലമ്പനിയാണ്. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം മലമ്പനിയാണ് അല്ലെങ്കിൽ മലേറിയയാണ്. രണ്ടാമത്തെ, പ്രദേശത്തെ ആളുകളെ ബാധിച്ച ബാക്ടീരിയ രോഗം ഏത്? ഇവിടെ നോക്കി നോക്കുക, രോഗകാരി എല്ലാം എന്താണ്? ഫൈലേറിയൽ വിര, ഫൈലേറി, പ്ലാസ്മോഡി ഒക്കെ എന്താണ്? പ്ലാസ്മോഡി ഒരു പ്രോട്ടോസോവയാണ്. അപ്പോൾ ഇവിടെ ബാക്ടീരിയ എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറിയാണ്. ചോദ്യം ശ്രദ്ധിക്കുക, പ്രദേശത്തെ ആളുകളെ ബാധിച്ച ബാക്ടീരിയ രോഗമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രോഗകാരി എഴുതിയാൽ പോരാ. ലെപ്റ്റോസ്പൈറ എന്ന രോഗകാരി ഉണ്ടാക്കുന്ന രോഗം ഏതാണ്? എലിപ്പനി. അപ്പോൾ രണ്ടാമത്തെ ഉത്തരം എലിപ്പനിയാണ്. മൂന്നാമത്തെ, കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിൽ കുളിക്കുന്ന പ്രദേശവാസികളെ ബാധിച്ച രോഗാണു ഏതാണ്? ആ രോഗാണു എന്ന് പറയുന്നത് നെഗ്ലേറിയ ഫൈലേറിയ ആണ് കേട്ടോ. ഇനി പ്രദേശത്തെ രോഗവാഹകരെ തടയുന്നതിന് സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ എഴുതുക നോക്കാം. എലികളും കൊതുകുകളും ഈ രോഗങ്ങൾ പരത്തുന്ന വാഹകരാണ്. എലികളെ നിയന്ത്രിക്കാൻ എന്ത് ചെയ്യാം? ഭക്ഷണ വസ്തുക്കൾ കർശനമായി അടച്ച പാത്രങ്ങളിൽ സൂക്ഷിക്കുക, പരിസരം വൃത്തിയായി സൂക്ഷിക്കുക, എലികളുടെ ഒളിത്താവളങ്ങളും പ്രജനന കേന്ദ്രങ്ങളും നശിപ്പിക്കുക, എലിക്കെണികളും എലിവിഷങ്ങളും ഉപയോഗിക്കുക. ഇനി കൊതുകിനെ നിയന്ത്രിക്കാനാണെങ്കിലോ, വീടിന് ചുറ്റും വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്, പാത്രങ്ങൾ, പരിസരങ്ങൾ എന്നിവയിൽ വെള്ളം കെട്ടി നിൽക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക, ജനലുകളിലും വാതിലുകളിലും കൊതുക് സ്ക്രീനുകൾ ഉപയോഗിക്കുക. കൂടാതെ കൊതുകുകളെ അകറ്റാൻ കൊതുക് നിവാരണ മരുന്നുകൾ, ബോഡി ലോഷനുകൾ, കോയിലുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തുടങ്ങിയ വ്യക്തിഗത സംരക്ഷണ നടപടികൾ ഉപയോഗിക്കുക. ഈ രീതികൾ പിന്തുടരുന്നതിലൂടെ എലികളുടെയും കൊതുകുകളുടെയും വ്യാപനം കുറയ്ക്കാൻ സാധിക്കും. എട്ടാമത്തെ ചോദ്യം, കാരണം എഴുതുക. ആൻറ്റിബയോട്ടിക്കുകൾ ഫലപ്രദമായ ഔഷധങ്ങളാണെങ്കിലും അശാസ്ത്രീയ ഉപയോഗം ദോഷം ചെയ്യുന്നു. ഇവിടെ ആൻറ്റിബയോട്ടിക്കുകളുടെ ദോഷങ്ങൾ അതാണ് എഴുതേണ്ടത് കേട്ടോ. അത് പോയിൻ്റ് വൈസ് തന്നെ എഴുതുക. അതെങ്ങനെ എഴുതുക നമുക്ക് നോക്കാം. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതവും അനുചിതവുമായ ഉപയോഗം നിരവധി പാർശ്വഫലങ്ങൾക്ക് കാരണമാകും. വയറിളക്കം, ഛർദി, തലവേദന തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ, അലർജികൾ, കരൾ, വൃക്ക എന്നിവയ്ക്ക് കേടുപാടുകൾ, കുടലിലെ ഉപകാരികളായ ബാക്ടീരിയകൾ നശിപ്പിക്കപ്പെടുന്നു. ആൻറ്റിബയോട്ടിക് പ്രതിരോധം, ഇതാണ് ഇതിൻ്റെ ദോഷവശങ്ങൾ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സസ്യങ്ങളിലെ പ്രതിരോധത്തിൽ താഴെ തന്നിരിക്കുന്ന പദാർത്ഥങ്ങളുടെ ധർമ്മം എഴുതുക. ആദ്യത്തേത് എൻസൈമുകൾ, രണ്ടാമത്തെ കാലോസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിക്ക എക്സാമിനും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ആദ്യം എൻസൈമുകൾ, രോഗാണുക്കളുടെ കോശഭിത്തി വിഘടിപ്പിക്കുകയാണ് എൻസൈമുകളുടെ ധർമ്മം. ഇനി കാലോസ് നോക്കുകയാണെങ്കിലോ, കോശഭിത്തി മറികടന്ന് രോഗാണുക്കൾ പ്രവേശിച്ചാൽ രോഗാണു വ്യാപനം തടയുക. അപ്പോൾ ഇതാണ് എൻസൈമുകളുടെയും കാലോസിൻ്റെയും ധർമ്മം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയാണ് 5ാമത്തെ ചാപ്റ്ററിലെ വിലയിരുത്താമിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ കാണാം.